The formulation of marketing mix. Electricity field marketing mix in the formulation ആണ് പറയുന്നത്. The distribution mix. Then it is only sufficient generating utilize maximum transmission capacity. Optimal distribution appears the far reaching impact or use of reserve. ഇവിടെ നമ്മൾ ഒപ്റ്റിമം ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ മിക്സിൽ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എത്ര ഇലക്ട്രിസിറ്റി ഉണ്ടോ അത് ഒപ്റ്റിമം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് നാഷണൽ പോളിസി ഈസ് ഫോർമുലേറ്റഡ് സോ ദാറ്റ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ത്രൂ എനി സോഴ്സ് റീച്ച് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് യൂസേഴ്സ് ഇൻ ടൈം. കൃത്യമായ സമയത്ത് അവർക്ക് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ മിക്സിൽ വരുന്നത്. അതായത് മാർക്കറ്റിംഗ് മിക്സിലെ ഡിസ്ട്രിബ്യൂഷൻ പ്ലേസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ മിക്സ് എന്ന് പറയുന്നത്. ഇനി പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് മെയിൻലി ഗവൺമെൻറ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത്. ഇഫ് ദ ടോട്ടൽ കോസ്റ്റ് ഈസ് ഫൗണ്ട് മൂവിങ് അപ്വാർഡ് വെരി ഡിഫിക്കൽട്ട് ടു മിനിമൈസ് താരിഫ്. ഇറ്റ് റൈറ്റ് ടു പോയിന്റ് ഔട്ട് ഡ്യൂ ടു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ജനറേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓർഗനൈസേഷൻ ഫെയിൽഡ് മിനിമൈസിങ് ഓപ്പറേഷണൽ കോസ്റ്റ്. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തതിനനുസരിച്ചാണ് കോസ്റ്റ് ഈടാക്കുക. അത് നമ്മൾ എന്താണ് ഗവൺമെൻറ് തീരുമാനിക്കുന്നതനുസരിച്ചാണ് താരിഫ് അനുസരിച്ചാണ് നമ്മൾ മിനിമൈസ് ചെയ്യുന്ന താരിഫ് സാധാരണ രീതിയിലില്ല. അതിനൊരു താരിഫ് നമ്മൾ ഫിക്സ് ചെയ്യും, അതാണ് അതിൽ ഈടാക്കുന്നത്. ഇനി പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ അൺഇൻറ്റർപ്റ്റഡ് സപ്ലൈ ഇൻക്രീസിങ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആവശ്യം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസിങ് റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് പിന്നെ റേഷണൽ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി യുക്തിപൂർവ്വം ഉപയോഗിക്കാം. ഇനി അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ദ അഡ്വർടൈസിംഗ് മെസ്സേജ് തീംസ് ദെയർഫോർ മസ്റ്റ് ഫോക്കസ് ഓൺ കൺസർവേഷൻ ആൻഡ് റേഷണൽ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി. അത് റേഷണൽ യൂസിന് വേണ്ടിയിട്ടാണ് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. മിസ്യൂസ് ചെയ്യാതിരിക്കാൻ, ക്രിയേറ്റിംഗ് ഇംബാലൻസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉള്ള ഇംബാലൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വർടൈസിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പുതിയ സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള സോളാർ എനർജിയൊക്കെ യൂസ് ചെയ്യാൻ, അഗ്രികൾച്ചർ വേസ്റ്റ് കുറയ്ക്കാൻ, അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ സാധാരണ നടത്താറുണ്ട്. പിന്നെ വരുന്നത് പബ്ലിസിറ്റിയാണ്. പബ്ലിസിറ്റി മെഷർ നീഡ് ടു ഇൻഫ്ലുവൻസ് മീഡിയ പീപ്പിൾ ഫോർ റെഗുലേറ്റിംഗ് മിസ്യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി. മിസ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള പബ്ലിസിറ്റിയാണ്. പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കൊടുക്കുന്നതാണ് പബ്ലിസിറ്റി. ഇനി സെയിൽസ് പ്രൊമോഷൻ ടെമ്പററി ഇൻസെൻറ്റീവ്സ് നമ്മൾ ഡിഫറെൻറ്റ് ടൈമിൽ പീക്ക് ടൈമിൽ യൂസ് ചെയ്താൽ അതിനനുസരിച്ച് റേറ്റിൽ ചേഞ്ചസ് വരുത്തുക, അതൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. വേർഡ് ഓഫ് മൗത്ത്, സർവീസ് ഓഫ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് എഡ്ജ് ഓവർ ദ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ. ദെൻ സ്ട്രോങ് റെക്കമെൻഡേഷൻ ഓഫ് പ്രൈവറ്റ് സർവീസസ് ഇൻട്രാക്ട് വിത്ത് ദെയർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. പിന്നെ ചില പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് ഇതുപോലെ വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിക്കേഷനാണ് കൂടുതലായിട്ട് നടക്കുന്നത്. പ്രൊഡക്റ്റ് മിക്സ് ensure the promised quality of service reach ultimate users without any distortion. പ്രൊഡക്റ്റ് മിക്സിൽ വരുന്നത് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, അവർക്ക് അൾട്ടിമേറ്റ് യൂസേഴ്സിന് പ്രോമിസ് ചെയ്ത ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാമെന്ന്. കോർപ്പറേഷൻ ഓൾമോസ്റ്റ് ഓൾ എംപ്ലോയീസ് ഹു ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ്. അതിന് വേണ്ടി എല്ലാവരും അതിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാവരും ട്രൈ ചെയ്യുക. അതായത് അൺഇൻറ്റർപ്റ്റഡ് സപ്ലൈ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വോൾട്ടേജ് കുറയുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് നമ്മൾ എത്രയാണോ സജസ്റ്റ് ചെയ്തിട്ടുള്ള ആ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ട്രിസിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ.